ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞു വാവുകൾക്ക്, അതായത് ന്യൂ ബോൺ ബേബീസിന് തേച്ച് കുളിപ്പിക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു ആയുർവേദിക് മസാജ് ഓയിലിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അവരുടെ ചർമ്മത്തിലുണ്ടാകുന്ന, അതായത് ത്വക്ക് രോഗങ്ങൾ അല്ലെങ്കിൽ വരണ്ട ചർമ്മം, പിന്നെ നിറം വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു ഓയിലാണ്. നിങ്ങളെല്ലാവരും കേട്ട് കാണും, നാൽപ്പാമരാതി കേര തൈലം എന്നാണ് ഈ ഓയിലിൻ്റെ പേര്. അപ്പോൾ ഇത് നമുക്ക് ആയുർവേദിക് ഷോപ്പ്സിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലും അതുപോലെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലും ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും, യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഓയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നാളികേരം ചിരകിയതാണ്. നമ്മളിവിടെ 1.5 മുറി നാളികേരമാണ് ചിരകി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതുപോലെ അരിക്കാടി വെള്ളം ഉണ്ടല്ലോ, അതായത് അരി കഴുകിയ വെള്ളം, അരിക്കാടി വെള്ളം, അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഈ മരുന്നുകളും പച്ചമരുന്നുകളും അതുപോലെ ഈ നാളികേരമൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദ ഷോപ്സിൽ നിന്ന് നമുക്ക് നാൽപ്പാമരാതി കേര തൈലം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരതിൻ്റെ മരുന്നിൻ്റെ ഒരു ഇത് തരും, മരുന്ന് കൂട്ട് തരും. ആ കൂട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മളത് നമ്മളുടെ ഉരലിലൊക്കെ ഇട്ട് പൊടിച്ചതിന് ശേഷം നമ്മളത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് മിക്സിയിൽ അടിക്കണം കേട്ടോ. പിന്നെ ഇതാണ് അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. മഞ്ഞളാണിത്, പച്ചമഞ്ഞളാണ് കേട്ടോ, കസ്തൂരി മഞ്ഞളല്ല, പച്ചമഞ്ഞളാണ് നമ്മൾ ഈ തൈലത്തിൽ ഉപയോഗിക്കുക. അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇതിൻ്റെ പേര് വരുന്നത് പർപ്പിടകപ്പുല്ലെന്നാണ് ഇതിനെ പറയുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആയുർവേദ ഷോപ്സിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. നമുക്കിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മുമ്പത്തെ എണ്ണ കാച്ചുന്ന വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കിവിടെ വീട്ടിൽ തന്നെ ഔഷധ ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഇവിടെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പേര് പർപ്പിടകപ്പുല്ലെന്നാണ്. അപ്പോൾ ഇത് നമുക്ക് വേണം. പിന്നെ ഇത് ഇനി നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോൾ നമ്മൾ പച്ചവെള്ളമല്ല ഉപയോഗിക്കേണ്ടത്, നേരത്തെ കാണിച്ചു തന്ന അരിക്കാടി വെള്ളം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് അടിച്ചെടുക്കാനായിട്ട്. അതുപോലെ നാളികേരം നമ്മളവിടെ ചിരകി വെച്ചിരിക്കുന്നതും നമ്മളിതുപോലെ അടിച്ചെടുക്കണം. നാളികേരം അടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഈ അരിക്കാടി വെള്ളം ഉപയോഗിച്ച് തന്നെ വേണം നമ്മൾ നാളികേരം അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ട് വേണം നാളികേരം അടിച്ചെടുക്കാനായിട്ട്. 2-3 പ്രാവശ്യം നല്ല രീതിയിൽ അടിച്ചെടുക്കുക. അത് പാല് സെപ്പറേറ്റ് ചെയ്ത് വെക്കൊന്നും വേണ്ട, ഒരുമിച്ച് ഒരു പാത്രത്തിൽ തന്നെ ഒഴിച്ചാൽ മതി. ഇതിന് ശേഷം നമ്മൾ ഈ അടിച്ച് വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, അത് നമ്മൾ നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ പാട മാത്രമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ആ പാട മാത്രമായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നേരം നിന്നിട്ട് ഈ വെള്ളം വറ്റിക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അതൊരു ടിപ്പാണ്. അപ്പം അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങളും ഉണ്ടാക്കുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അടിച്ചെടുത്തിട്ടുള്ള നാളികേരപ്പാലും മുഴുവനായിട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ്, പരിക്കാടി വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കണ്ടൻറ്റ് കൂടും. അപ്പോൾ നമുക്ക് വറ്റിക്കാനായിട്ട് കുറേ ടൈം എടുക്കും. ഇത് നിങ്ങൾ നേരെ ഇതുപോലെ പിഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ അടിച്ച് പിഴിഞ്ഞെടുക്കണം കേട്ടോ. പിഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ, അതായത് ഇപ്പം ഇന്ന് ഈവനിങ് നമ്മളിത് വെച്ചു എന്നുണ്ടെങ്കിൽ നാളെ മോർണിംഗ് ആകുമ്പോഴേക്കും പാട മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ഇതെടുത്ത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫുള്ള് മിക്സായി പോകും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യരുത്. നമ്മളെപ്പോഴും ഇപ്പം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ നാളെ വേണം തുറന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഇത് പാട മാത്രമായിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ നീങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ എല്ലാ നാളികേരം ഇട്ട് ഇങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ച് തന്നിട്ടുള്ളതിലെ മരുന്ന് കൂട്ട് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഞാൻ നേരത്തെ ആയുർവേദ കടയിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അതായത് നാൽപ്പരാമതി കേര തൈലത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് കൂട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓരോന്നും അതിലെന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നാൽപ്പാമരാതി കേര തൈലം ഉണ്ടാക്കാനുള്ള കൂട്ടെന്ന് പറഞ്ഞപ്പോൾ മരുന്ന് കടയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കൂട്ടിൽ 7 തരം മരുന്നുകളാണ്, പച്ചമരുന്നുകളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ആദ്യത്തേതായിട്ട്, അതായത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നാൽപ്പാമരാതി കേര തൈലം എന്ന് നമ്മൾ പറയുന്ന പോലെ അതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നാൽപ്പാമരാതി തൊലി എന്ന് പറയുന്നത് കേട്ടോ. നാൽപ്പാമര തൊലി എന്ന് പറയുന്നത് അതാണ് ഒരെണ്ണം. പിന്നെ രണ്ടാമത്തെ വരുന്നത് നമുക്ക്
ത്രിഫലത്തോട് എന്ന് പറയും. അതാണ് നമുക്ക് രണ്ടാമത് അതിലുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കിട്ടിയത് ചന്ദനം, രാമച്ചം, ശീമക്കൊട്ടം, അതുപോലെ മഞ്ചാട്ടിക്കോല്, കച്ചൂരിക്കിഴങ്ങ്, ഇങ്ങനെ 7 തരം മരുന്ന് കൂട്ടാണ് കേട്ടോ നമുക്ക് മരുന്ന് കടയിൽ നിന്ന്, അതായത് ആയുർവേദ മരുന്ന് കടയിൽ നിന്ന് നമുക്ക് നാൽപ്പാമരാതി കേര തൈലത്തിൻ്റെ മരുന്ന് കൂട്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഫുള്ള് നമുക്കിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അങ്ങനെ ചെറിയ മരക്കഷ്ണങ്ങൾ പോലെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ ഉരലിലിട്ട് ഇടിച്ച് നല്ല പൊടി പോലെ അല്ലെങ്കിൽ അതുപോലെ ചില്ലച്ചെടുക്കണം ഉരലിലിട്ടിട്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നന്നായി കുതിർന്ന് കഴിയുമ്പോൾ നമ്മളത് മിക്സഡ് ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ഇവിടെ നമ്മൾ പർപ്പിടകപ്പുല്ലും അതുപോലെ തന്നെ നമ്മുടെ മരുന്ന് കൂട്ട് ഞാൻ ഒരു 7 മരുന്നിൻ്റെ ഇത് പറഞ്ഞല്ലോ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു തന്നില്ലേ, അതും കൂടെ അടിച്ചെടുത്തിട്ടുള്ള ആ നീരാണ് കേട്ടോ നമ്മൾ ആ ഉരുളിയിൽ നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാ ഇവിടെ നമ്മൾ അത് അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ തീ കത്തിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ല രീതിയിൽ ചൂടായി ഇത് വറ്റി വരണം കേട്ടോ. ഇത് വറ്റി വരുന്ന ടൈമിലാണ് നമ്മൾ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ഫ്രിഡ്ജിൽ, അതിൻ്റെ പാട മാത്രമായിട്ട്, ആ വെള്ളം നമ്മൾ ഒഴിക്കരുത്, പാട മാത്രം നമുക്ക് ഇങ്ങനെ കിട്ടും. ആ പാട നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ അപ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ളൊരു ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എത്രത്തോളം ക്ലിയർ ആവണുണ്ട് എന്നുള്ളത് അറിയില്ല, പക്ഷേ ഞാൻ എടുക്കാൻ പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ കാണിക്കുന്ന ഭാഗത്തുള്ളത് വെള്ളമാണ്, ഇപ്പുറത്ത് നല്ല കട്ടിയിൽ നിൽക്കുന്നത് ഇതിൻ്റെ പാടയാണ് കേട്ടോ. അപ്പോൾ അത് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ആ വെള്ളമൊക്കെ നല്ല വറ്റി, അതായത് ഒരുവിധം വറ്റിയിട്ട് നല്ല രീതിയിൽ തിളച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ നല്ലോണം ഒന്നും കൂടെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ പാടയുണ്ടല്ലോ, പാട മാത്രമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അധികം നേരം നിന്നിട്ട് ഇനിയും വറ്റിക്കേണ്ടി വരില്ല. അല്ലാതെ നമ്മൾ നേരെ ആ പാലായിട്ട് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇനിയും ടൈം എടുക്കും കേട്ടോ വറ്റി വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒഴിക്കാനായിട്ട് പറയണം. കണ്ടോ, നല്ല തിക്കായിട്ട് ഇങ്ങനെ വരും. ഈ സമയത്ത് വേണം നമ്മൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഈ പാട മാത്രമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കത് ഇതുപോലെ ഇങ്ങനെ നീക്കുമ്പോൾ ഒരു കയ്യിൽ വെച്ച് ഇങ്ങനെ നീക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ, കട്ടയായിട്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കാം കേട്ടോ. അപ്പോൾ അതിൽ കിടന്ന് മിക്സ് ആയിക്കോളും. അങ്ങനെ അത് നന്നായി തിളച്ച് നല്ല രീതിയിൽ തിളച്ച് വന്നു എന്ന് കാണുമ്പോഴാണ് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഓയിൽ ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ ആട്ടിയെടുത്തിട്ടുള്ള ഓയിലാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാരണ പച്ച വെളിച്ചെണ്ണയില്ലേ, നാളികേര വെളിച്ചെണ്ണ ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ ഇതിനകത്തേക്ക് ഈ മരുന്നും കൂട്ടിലേക്ക് നമ്മളിനി ഒഴിക്കാൻ പോണത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ സാധാരണ നമ്മുടെ നോർമൽ കോക്കനട്ട് ഓയിൽ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഇത് മിക്സ് ആവണം. അപ്പോൾ ഇത് ഓയിൽ ഒഴിക്കേണ്ട സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെളിപ്പരിവാവാന്നാണ് പറഞ്ഞു കേട്ടത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇവിടെ അമ്മാമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അമ്മാമ്മ പറഞ്ഞു കേട്ടതാണ് കേട്ടോ. ഈ എന്താ പറയുക, നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള മരുന്ന് ഒരു ചെളിപ്പരിവാവുന്ന ടൈമിൽ വേണം നമ്മൾ ഓയിൽ ഒഴിക്കാനായിട്ട്. അതുപോലെ ഞാൻ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ആരാണോ ഓയിൽ അതിലേക്ക് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ വായിൽ വെള്ളം പിടിച്ചതിന് ശേഷം ഓയിൽ ഒഴിക്കുക. അതൊരു എന്താ പറയുക, പഴമക്കാർ പറയുന്നതാണ്, എണ്ണ വറ്റിപ്പോവാതിരിക്കാൻ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതുപോലെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അമ്മമ്മ വായിൽ വെള്ളമൊക്കെ പിടിച്ചിട്ടാണ് എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ കൊറ്റൻ എണ്ണ കുടിച്ച് എണ്ണ വറ്റിപ്പോകും എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ കണ്ടോ, മണൽ പരിവായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എണ്ണ പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പകർത്തി ഒരു പോണിയിലേക്ക് ഒഴിക്കാം. കാരണം അടുപ്പത്തുനിന്ന് ഇറക്കി കഴിഞ്ഞാൽ പിന്നെയും ഇതിൽ തന്നെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ആ കൊറ്റൻ എണ്ണ കുടിക്കും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ നമ്മൾ ഓയിൽ മാത്രമായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പോണിയിലേക്ക് പകർത്തി വെക്കുക. ചൂടാറിയതിന് ശേഷം നല്ലൊരു ബോട്ടിലേക്ക് ആക്കിയിട്ട് മാറ്റി എടുത്ത് വയ്ക്കുക. ആവശ്യാനുസരണം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുഞ്ഞുണ്ണികൾക്കൊക്കെ അവരുടെ മേലുണ്ടാവുന്ന ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ അല്ലെങ്കിൽ വരണ്ട ചർമ്മമാണ്, ഇച്ചിരി നിറം കുറവുള്ള ഉണ്ണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിൻ ഷെയ്ഡ് 1-2 ഷെയ്ഡ് കൂടാനൊക്കെ ആയിട്ട് ഈ ഓയിൽ യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഓയിലാണ്. ചൊറിച്ചിൽ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ കുഞ്ഞുണ്ണികളെ തേപ്പിക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ കൊറ്റനിലും ഇങ്ങനെ നീക്കി വയ്ക്കുമ്പോൾ അതെന്നും ഇതുപോലെ ഓയിലിങ്ങനെ ഊർന്നിറങ്ങും കേട്ടോ. അപ്പോൾ അത് അമ്മമ്മ നീക്കി വയ്ക്കുന്നതാണ്.
ഈ കൊറ്റൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ സ്ക്രബായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അത് കളയൊന്നും വേണ്ട, നല്ലതാണ്. അപ്പോൾ ഉണ്ണികൾക്കല്ല കേട്ടോ, മുതിർന്നവർക്ക് നമുക്ക് ഉണ്ണികളുടെ സ്കിന്നിൽ ഇപ്പോൾ ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്കിന്നിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്രബ് പോലെ യൂസ് ചെയ്യാനായിട്ട് അത് എടുത്ത് വെക്കാം. അതിവിടെ കളയാറൊന്നുമില്ല, ഞങ്ങൾ മേത്തേക്കാണ് ചെയ്യാറ്. ഓയിലും നമുക്ക് ഉണ്ണികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മസാജ് ചെയ്ത് കുളിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.